Hello friends, good morning. How are you today? Hope you are all doing well, and sometimes you are engaged in your walking, or sometimes you are engaged in your exercise, or reading newspaper, or drinking a cup of tea. Okay, anyhow, very pleasant good morning. Okay, ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ചിന്ത വന്നു. അതായത് കഴിഞ്ഞ ദിവസം കണ്ണൂർ ആവശ്യത്തിന് വേണ്ടി പോയായിരുന്നു, നിങ്ങളോട് പറഞ്ഞിരുന്ന. അവിടെ ചെന്നപ്പം എനിക്കൊരു വലിയ വ്യത്യസ്തമായ അനുഭവം ഉണ്ടായി. ഞാൻ എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്തു. വളരെ ഹോപ്പ്ഫുൾ ആൻഡ് ഹാപ്പി ഇടപെടലായിരുന്നു, സന്തോഷം. അപ്പോൾ ഇറങ്ങിയപ്പോൾ എനിക്കൊരു ക്ഷീണം വന്നു. ഒരു ചായ കുടിച്ചേക്കാന്ന് ഓർത്ത് ഒരു 10:30-11 മണിയായി. അപ്പോൾ മോർണിംഗ് തിരക്ക് കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ക്യാൻറ്റീൻ അതെല്ലാം ഭയങ്കര ഡിസിപ്ലിൻഡ്, എല്ലാം നിർത്തിയത് നല്ലതാണ്. ഹൈലി എന്നാ പറയുന്നത്, സോഫിസ്റ്റിക്കേറ്റഡാണ്. പഠിച്ചൊരു ചായ ഓർഡർ ചെയ്തു, എന്തോ ഒരു പഴംപൊരി മേടിച്ചു, കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം തിരക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഒരാൾ, ഒരു പെൺകുട്ടി, അവൾ വന്ന് എൻ്റെ കസാപ്പുറത്തിരിക്കുന്നു. അവൾ കൂടുതലായിട്ട് പറഞ്ഞ് കാല് വേദനിക്കുന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് അവൾ പയ്യൊരു പാട്ട് പാടുന്നതായി. ഉടനെ അടുത്ത ആൾ വന്നു. അപ്പോൾ തിരക്ക് കുറഞ്ഞു. ഇനി അവർക്ക് ലഞ്ചിനാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ആൾ വന്നു. അവർ 2-3 കുട്ടികളാണ്. അവരെല്ലാം കൂടി പാട്ട് പാടി. ഞാൻ കുട്ടികളെന്ന് പറയുമ്പോൾ റെസ്പെക്റ്റ് കൊണ്ടാണ്, പ്രായം വെച്ചല്ല. സംടൈംസ് ദൈവർ 40, 45, 50 സംതിങ്, എനിക്ക് അറിയില്ല, എക്സാക്റ്റ് അറിയില്ല. പക്ഷേ ദൈവർ മച്ചുവേർഡ് ആൻഡ് വെരി എഫിഷ്യൻ്റ് ആൻഡ് എനർജറ്റിക് ആൻഡ് ഹെൽത്തി ആൻഡ് ഈവൻ ബ്യൂട്ടിഫുൾ വൺസ്. ഓക്കെ, അപ്പോൾ അവർ പാട്ട് പാടുക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. അവർ ഇച്ചിരി നന്നായിട്ട് പാടി. ഞാൻ എഴുന്നേറ്റ് നിന്ന് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ അനുഭവം ഉണ്ടായത് ഒരിക്കലും അമേരിക്കയിലെ വാഷിങ്ടണിലൊരു യാത്ര പോയപ്പം ഇതുപോലത്തെ ഹോട്ടലിൽ ഞങ്ങൾ കയറിയപ്പം അവിടെ ഫ്രീ ആയിട്ടുള്ള സ്റ്റാഫ് അവരെല്ലാം കൂടെ കൂടി നിന്നൊരു പാട്ട് പാടുന്നു, എൻജോയ് ചെയ്യുന്നു. എനിക്ക് വളരെ, നമ്മളിവിടെ ഒന്നും അങ്ങനെ ആരും ചെയ്യുന്ന കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എനിക്കൊരു അമേസിങ് ആയിട്ട് തോന്നി. അതേ കാര്യം ഞാൻ കണ്ണൂർ കണ്ടപ്പം ഞാൻ അവരോട് പറഞ്ഞു, അപ്രിഷ്യേറ്റ് ചെയ്തു. കൊള്ളാം, നല്ല ജോലി. ഞാനിവിടുത്തെ ഹെൽപ്പറാണ്, അല്ലെ ഷെഫാണ്, അല്ലെങ്കിൽ ഞാനിവിടുത്തെ ഫുഡ് കൊടുക്കുന്ന ആളാന്നുള്ള മട്ടിലല്ല അവർ നിൽക്കുക. അവർ അതവരുടെ ജോലി മാത്രമാണ്. പക്ഷെ അവരിൽ അന്തർലീനമായിരിക്കുന്ന ആ ഒരു കഴിവ്, സ്മാർട്ട്നെസ്, ഇൻ്റലിജൻസ് എല്ലാം പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ വേണം. തൊഴിലിന് മാഹാത്മ്യം കൊടുക്കണം. അല്ലാതെ ഒരുവൻ അവൻ്റെ തൊഴിൽ വെച്ച് ഇവിടെ അസസ് ചെയ്യുന്നുണ്ട് പലരും. തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ഒരു ബന്ധു, അവൾ UK എൻ്റെ ബന്ധുവല്ല, എൻ്റെ വൈഫിൻ്റെ ബന്ധു, അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെയും ബന്ധുവാണല്ലോ. UK നേഴ്സായിരുന്നു, രജിസ്റ്റേർഡ് നേഴ്സായിരുന്നു. അവൾ കല്യാണാലോചന വന്നപ്പോഴേ വളരെ സുന്ദരിയായ മിടുക്കിയ പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞു, എനിക്കൊരു ഹെവി ഡ്യൂട്ടി ഡ്രൈവറെ കെട്ടിയാൽ മതി. അപ്പോൾ എല്ലാ കുടുംബക്കാരെല്ലാം പ്രതിഷേധിച്ചു, എന്താ ഡ്രൈവ്? അവൾ പറഞ്ഞു, എനിക്കത് മതി. ഓക്കെ, അവൾ നിർബന്ധത്തിന് വഴങ്ങി ഒരു ഡ്രൈവറെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അവൻ മിടുക്കനാ, നല്ല ചുള്ളം ചെറുക്കനോ മിടുക്കനോ. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു കല്യാണം വന്നപ്പോൾ അവളൊരു കുട്ടിയൊക്കെ ആയിട്ട് വന്നിരിക്കുക. അപ്പോൾ ഇവനാണ് സ്മാർട്ടാണ്. ഇതിനെ ചോദിച്ചപ്പം അവന് UK ചെന്നപ്പോൾ ജോലി കിട്ടി, നല്ല ശമ്പളം. ഈ ഡ്രൈവർ, ഹെവി ഡ്യൂട്ടി വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. ഭയങ്കര സന്തോഷമായി. അപ്പം ഞങ്ങൾ മാറ്റി നിർത്തി അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അങ്കിളെ, ഞാൻ UK വന്നിട്ട് 8 വർഷമായി. 8 വർഷം കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്നത്. അപ്പം ഞാനിവിടെ പലതും കാണുന്നുണ്ട്. അവിടുന്ന് എൻജിനീയറെയോ കോളേജ് ലെക്ചറെയോ കെട്ടിക്കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ പാടാണ്. അപ്പം ഇവിടെ മറിച്ച് ജോലിക്കൊരു വിലയുണ്ട്. ഏത് ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നതിന് വിലയുണ്ട്. അപ്പോൾ ഞാൻ ഡ്രൈവറെ ചൂസ് ചെയ്തുകൊണ്ട് അവനിവിടെ വന്ന് 1 മാസം 2 മാസം കഴിഞ്ഞപ്പം ഇവിടുത്തെ ലൈസൻസൊക്കെ ആയി കഴിഞ്ഞപ്പോൾ സൂപ്പർ. ഇവക്ക് കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതലാണ് അവന് ശമ്പളം. അപ്പോൾ അവൾ ഒരു മെറ്റീരിയലി കണ്ടത്, എനിക്ക് ശമ്പളമുണ്ട്, ഞാൻ രജിസ്റ്റേർഡ് നേഴ്സാണ്, എൻ്റെ ശമ്പളത്തിൽ എൻ്റെ കുഞ്ഞിനെ നോക്കി വീട്ടുപണിയും ചെയ്തിരിക്കുന്ന ഒരു ഭർത്താവിനെ അല്ല എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ അന്തം വിട്ടുപോയി. ഇത്രയും സ്മാർട്ട് കുട്ടികളൊന്നും. സത്യമല്ലേ? നമ്മളെല്ലാം തൊഴിലിന്, നമ്മളെ ഈ ഡ്രൈവർമാർ എത്ര സ്മാർട്ടാണ് അല്ലേ, ഇൻ്റലിജൻറ്റാണ്. എനിക്ക് എൻ്റെ സർവീസിൽ എനിക്ക് ഒത്തിരി പേരെ അറിയാം. ഒരാളുടെ കുടുംബജീവിതം പോലും മോശമായിട്ട് കണ്ടിട്ടില്ല. അവരുടെ ആ സ്മാർട്ട്നെസ് കൊണ്ടായിരിക്കും അവർ ഡ്രൈവ് ചെയ്യുന്നു, വണ്ടി കൊണ്ടൊക്കെ പോകും. എപ്പോഴും ഇൻ്റലിജൻറ്റ്, വിജിലല്ലേ, ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി ദേ ആർ വിജിൽ.
അതുകൊണ്ടാണെന്നറിയില്ല, അവരുടെ ഫാമിലി ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളും നിങ്ങളെ ഈ മനസ്സൊന്ന് മാറ്റി വെച്ചാൽ നിങ്ങളുടെ അയൽവക്കത്തുള്ള ഡ്രൈവർമാരെ ഒന്ന് നോക്കി, അവരുടെ കുടുംബജീവിതം നോക്കി, ആ സ്നേഹം, ആ സഹവർത്തിത്വം, കുഞ്ഞുങ്ങളോടുള്ള കരുതൽ, കുട്ടികളെ പഠിപ്പിക്കാനുള്ള വ്യഗ്രത ഒക്കെ നോക്കിക്കേ, അത് ഭയങ്കരമാണ്. അപ്പം ഞാൻ പറയുന്നത് ഏത് തൊഴിലും സമൂഹ അന്തസ്സുള്ളതാണ്. ആ അന്തസ്സ് നമ്മൾ പരിപാലിക്കണം. നമ്മുടെ കേരളത്തിൽ അത് ഇത്തിരി കുറവുണ്ടോ എന്ന് സംശയമുണ്ട്. അതിനകത്തൊരു കാര്യമുണ്ട്, ഡെയിലി 3000 രൂപ മേടിക്കുന്ന ഹെവി ഡ്യൂട്ടി ഡ്രൈവർ പോലും ഒരു ലുങ്കി എടുത്തൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. അതിന് നിങ്ങൾ ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊക്കെ ചെന്നാൽ അവർ സൂട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അല്ലെങ്കിൽ കൂടിയ ഈ ബ്രാൻഡഡ് ജീൻസും ബ്രാൻഡഡ് ടോപ്പും ഒക്കെ ഇട്ടാൽ അവർ വണ്ടി. അല്ലാതെ ദൈ റെസ്പെക്ട് ദംസെൽസ്, അവരെ തന്നെ ബഹുമാനിക്കുന്നു. നമുക്ക് ആ കുറവുണ്ട്. നമ്മുടെ മനസ്സിൽ ആളുകൾ അടിച്ചു കയറ്റിയിരിക്കുന്നത് നീ അതല്ലേ ഇതല്ലേ എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ കുറവുണ്ട്. അപ്പം അങ്ങനെയല്ല, തൊഴിലിൻ്റെ മാഹാത്മ്യം വേറെ, നമ്മളുടെ സെൽഫ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളത് വേറെ. ഇത് രണ്ടാണ്. അത് ബോധ്യപ്പെട്ട് വേണം ജീവിക്കാൻ. നമ്മൾ ഒരാളെയും തൊഴിൽ വെച്ച് അളക്കരുത്. അവൻ്റെ ഹൃദയവിശാലത, അവൻ്റെ ബുദ്ധിശക്തി, പ്രവർത്തന ഒരു രീതി, അതൊക്കെ വിലയിരുത്തണം. സ്മാർട്ടായിട്ട് അതിനെ സൊസൈറ്റിയിൽ അംഗീകരിക്കാം. അപ്പോഴേ ഇതൊക്കെ മാറത്തുള്ളൂ. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. തൊഴിലിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി പറയാൻ എനിക്ക് 9 നാക്കാണ്. കാരണം അതാണ് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. പ്രൈസ് ഓഫ് ഗോഡ്.